ആഹാ, ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് വെയിലടിച്ചിട്ട് കിടന്ന് ഉറങ്ങാണല്ലേ? നീനെ എണീക്ക് മക്കളെ, എണീക്ക്. മോനെ ഗുഡ് മോർണിംഗ് മമ്മി. മോർണിംഗ് ഡാർലിംഗ്. മമ്മി എന്നെ എന്തിനു വിളിച്ചിട്ട് കാണുന്നില്ല? എന്താ മനുഷ്യൻ, കാലൊക്കെ തുടങ്ങി. ഞാൻ ഇന്നലെ കെട്ടിപ്പിടിച്ചെന്ന് കണ്ടത് ഈ സജി എടുത്തിട്ടുള്ളതാ. നീ എടുത്തടാ. ഞാനും കൊടുത്തില്ല. പിന്നെ ഇത് എവിടെ പോവാനാ? അതിവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കിയെടുത്ത് വെക്കാം. രണ്ടുപേരും പല്ല് വെച്ചിട്ട് പോയിരുന്നു പഠിക്കാൻ നോക്കാം. സജിയല്ലേ എന്റെ യന്ത്രമനുഷ്യനെ എടുത്തത്? എനിക്കെന്തിനാ അത്? ഞാൻ ഡാഡിയോട് പറയും. ഡാഡി ചോദിക്കുമ്പോ നേര് പറയുമല്ലോ. ബൈജു, എഴുന്നേക്ക്. ഇത് നീനയുടെ കയ്യിൽ നീ എപ്പോ എടുത്തു? ചേച്ചി ഉറങ്ങിക്കിടന്നപ്പോ. അമ്പടാ വീര. ബലട്ട, ഈ കൊച്ചു കള്ളം ചെയ്ത പണി കണ്ടോ? എന്താ? ഇന്നലെ രാത്രി ആരും അറിയാതെ നീനയുടെ മുറി പോയത് മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്നു. നീ ചൂണ്ടാനും തുടങ്ങിയോ? ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ഇവിടെ നീ എന്തിനാ മോഷ്ടിക്കാൻ പോയത്? ഇനി അങ്ങനെ ചെയ്യുമോ? നാലിടി കൊടുക്കണം. ഇപ്പൊ എന്തിനാ മമ്മീനെ വിളിക്കുന്നേ? നീ മോഷ്ടിച്ചോണ്ടല്ലേ? വേഗം കൊണ്ടുപോയി ചേച്ചി കൊടുക്ക്. സാറേ, ഇത് സ്റ്റേഷനല്ല, വീടാ. കുഞ്ഞുങ്ങളെ പോലീസ് മുറിയിലാണ് പേടിപ്പിക്കുന്നത്. ഇനി കുഞ്ഞുങ്ങളായാലും തെറ്റ് ചെയ്താൽ ശാസിക്കണം, വേണ്ടി വന്നാൽ ശിക്ഷിക്കുകയും വേണം. നമുക്കെല്ലാം പോലീസ് മുറിയിലാണല്ലോ. ആ കൊലയുടിങ്ങ അച്ഛനാണ്. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് എത്ര നാളായി? നിനക്കെന്താ വല്ലപ്പോഴും അങ്ങോട്ടൊന്നും വന്നുകൂടെ? ഞാൻ ജീവിച്ചിരിക്കുന്നു, അതോ മരിച്ചോ തിരക്കൂടെ? അയ്യോ അച്ഛ, എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നിട്ടാണോ? ഇവിടുന്ന് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റില്ല. ബാലനാണെങ്കിൽ ജോലി തിരക്കണം, പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ. നിനക്ക് നിന്റെ മക്കളെ ഓർത്തിട്ട്, എനിക്ക് എന്റെ മോളെ ഓർത്തിട്ട്. വാ അച്ഛൻ. അന്ന് ഇന്നലെ ഷർട്ട് വയ്ക്കാൻ കൊടുത്ത് വാങ്ങിച്ചോ? ആ, വൈകുന്നേരം ആട്ടെ. ഇന്നലെയും പറഞ്ഞു വൈകുന്നേരം ആട്ടൊന്ന്. ഇനി അങ്ങനെ വല്ലതും പോകാൻ നേരത്താ ഷർട്ടിന്റെ കാര്യം ചോദിക്കുന്നത്. ഒന്നിനും ഒരു ശ്രദ്ധയില്ല. ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എടീ, ഇവൻ ഇവിടുത്തെ കാരണവരെ പോലെയാണല്ലോ. ഒന്നും പറയണ്ടച്ചാ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാ കുമാരേട്ടൻ കയറ് പൊട്ടിക്കും. ഇവനെ ഇപ്പൊ കണ്ട 2 കൊലപാതകവും ചെയ്ത് 10-15 വർഷം ജയിലിൽ കിടന്നവനാണെന്ന് ആരെങ്കിലും പറയുവോ?
ഇവിടെ പാലേട്ടം വിളിച്ചോണ്ട് വന്ന് നിർത്തിയപ്പോ ആദ്യം എനിക്കും പേടി തോന്നി. പിന്നീടാണ് മനസ്സിലായത് കുഞ്ഞുങ്ങളുടെ പ്രകൃതമാണെന്ന്. ബാബു എങ്ങോട്ട് പോയതാ മോളെ? അച്ഛൻ എന്നെ കണ്ടോ? ഞാൻ വരുന്ന വഴിക്ക് മോട്ടോർ സൈക്കിളിൽ പോകുന്ന കണ്ടു. ആ, ഏതോ കൂട്ടുകാരെ കാണാൻ പോയതാ. അയ്യോ മക്കളെ, അപ്പൂപ്പന്റെ ഉടുപ്പൊക്കെ അഴുക്കാവും. ആകട്ടടി, ഇവരല്ലാതെ വേറെ ആരുണ്ടടി എന്റെ ഉടുപ്പഴുക്കാക്കാൻ? കൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊങ്ങോ? ആ, ഈ തേങ്ങടാത്തിരിക്കുന്ന കൊങ്ങ്. കൊങ്ങല്ലടാ മോനെ, പൊങ്ങ്. അവിടെ വരുമ്പോ അപ്പൂപ്പ തരാം. എനിക്കും തരണം. എനിക്കും. എല്ലാവർക്കും തരാം. അച്ഛാ, വൈദ്യന് മാത്രം കൊടുക്കണ്ട. അതെന്താ? ഇവനേ ചില്ലറ മോഷണമൊക്കെ തുടങ്ങിയിരിക്കുക. നേരാണോടാ മോനെ? ഞാൻ ചേച്ചിയുടെ പാവെല്ലാം എടുത്തു. അതിനാ. അത്രേ ഉള്ളൂ. ഇന്നാ ഇതിൽ ഉണ്ടയാണോ അപ്പൂപ്പ? ഉണ്ട്, നെയ്യപ്പോ ഒക്കെ ഉണ്ട്. ഹായ്. അതവിടെ വെച്ചേക്ക്, ഞാൻ വന്നിട്ട് എടുത്തുതരാം. അമ്മാവനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അവിടെ തെങ്ങേറ്റവും തേങ്ങാ വെട്ടവും ഒക്കെ ആയിരുന്നു. ഈ വയസ്സുകാലത്ത് എന്തിനാ ഒറ്റയ്ക്കിടന്ന് ഇങ്ങനെ അധ്വാനിക്കുന്നത്? ഇനി കുറച്ചു ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. നല്ല ശിക്ഷയായി. കൊപ്ര കളത്തി കിടക്കുക. എനിക്ക് ഉച്ചകഴിഞ്ഞ് പോണം. ആ, ബാലൻ രാവിലെ എങ്ങോട്ടാ? എനിക്കിന്ന് തിരുവനന്തപുരത്ത് ഹോം മിനിസ്റ്ററുടെ കോൺഫറൻസ് ഉണ്ട്. നാളെ വരികയൂ. ഓഹോ, അപ്പോ ഞാനങ്ങ് പോകും കേട്ടോ. ഇവിടെയും കുഞ്ഞുങ്ങളെയും അവധിക്ക് അങ്ങോട്ട് അയക്കണം. അയ്യോ, ഇവളിവിടെ ഇല്ലെങ്കിൽ എന്റെ എല്ലാ കാര്യങ്ങളും കുഴയും. എന്നാ എല്ലാരും ഇവിടെ വന്നേക്ക്. ആ, നോക്കട്ടെ. അമ്മാവന് കാപ്പി കൊടുക്കും. ഇല്ല, എല്ലാവർക്കും കൂടെ കുടിക്കാം. വരൂ അച്ഛാ. ഇങ്ങോട്ട് വരാൻ ഇല്ല. വികാസേ, അങ്ങോട്ട് ചെല്ലടാ. ഒന്ന് പറയാൻ ചെല്ലങ്ങോട്ട്. വാളവേ ഇങ്ങോട്ട്. അല്ലേ ഇരിയടാവേ. ഇരി. എടാ പേടിയായാലും അവിടെ അങ്ങോട്ട് ഇരിക്കുന്നത്. ഇരി. എടാ ബാബു, വളരെ കാലത്തിന് ശേഷമാണ് നമ്മൾ തമ്മിലൊന്ന് കാണുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ആഘോഷിക്കണം. എടാ വികാസേ, എടാ ചേട്ടന്റെ പരിചയക്കാരെങ്കിലും കണ്ടാൽ. എടാ ഡോക്ടറെ, നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാലോ? അല്ല, നാരായണനോ? 3 വിസ്കി ലാർജ് വിത്ത് സോഡ. എനിക്ക് വേണ്ട. നോ. എടാ അല്ലേ, ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. പ്ലീസ് വേണ്ട. ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത പലതും പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ലേ? വെരി കറക്റ്റ്. എടാ ബാബു, നീ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാ പിന്നെ നിന്റെ ഈ സോക്കാർഡ് ചരിത്രം സൂക്ഷിക്കൂ. അളിയാ, ഇവന്റെ ഫസ്റ്റ് നൈറ്റ് തന്നെ ഒരു ഉഗ്ര റേപ്പ് സീൻ ആയിരിക്കും. ആ നാരായണ, രാത്രി എത്ര മണിക്കാ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത്? 9 മണിക്ക്. പുതിയ ഒരു പെണ്ണിന്റെ ഫോട്ടോ വാതുക്കൽ കണ്ടല്ലോ. ഏതാ സാധനം? ബെറ്റി, ഗോവാക്കാരിയാ. എങ്ങനെ ഇരിക്കുന്നു? ഉഗ്ര സാധനമാ. നാരായണ, ഷോ കഴിഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സാറ് പറഞ്ഞാ പിന്നെ എന്നാ പോയി അറേഞ്ച് ചെയ്യും. അപ്പൊ ഇന്ന് രാത്രി ക്യാമറയൊക്കെ കണ്ട് ആഘോഷമായിട്ടങ്ങ് പിരിയാം. എന്താ? ഇല്ല, ഇരിയവിടെ. ഇരിക്കടാ അവിടെ. ഇതാ വികാസ്, എനിക്ക് വേണ്ട. ഇത് നീ കുടിച്ചില്ലെങ്കിൽ നിന്റെ തലയെ കൂടെ ഒഴിക്കും. കണ്ണു അടച്ചങ്ങ് കുടിച്ചേരുന്നു. അമ്മാര് വേണ്ട, ഒരു സിപ്പ് മതിയെന്ന്. കുടിക്കേ, ഞാൻ പറയുന്നത് കേട്ടോട്ടെ. കുടിക്കുന്നേ അങ്ങനെ കുടിക്കേ. അങ്ങനെ കോൺഫറൻസിന് ഈ മിനിസ്റ്റർ എന്ന് വെച്ചാൽ ആരാ? മിനിസ്റ്റർ മീൻസ് മന്ത്രി. ആ മന്ത്രിക്ക് എന്താ ജോലി? അത് ഉദ്ഘാടനം. അപ്പൊ നമ്മുടെ മമ്മിയോ? ഇന്നാലും ഉദ്ഘാടനം ചെയ്തല്ലോ. മമ്മി മന്ത്രിയാണോ? ചിലപ്പോ ആയിരിക്കും. മമ്മി മമ്മി മന്ത്രിയാണോ? മന്ത്രി? ആ, ഈ നീന പറഞ്ഞു. ഇതാണോ പഠിത്തം? അടുത്ത ആഴ്ച ടെസ്റ്റ് പേപ്പർ അല്ലേ? മിണ്ടായിരുന്നു പഠിക്കും. എന്റെ സ്കൂൾ ബസ് നീ എന്തിനാ എടുത്തത്? എനിക്കും പഠിക്കണം. അതിന് എന്റെ ബസ് ഞാൻ തരത്തില്ല. ഞാൻ മോള്
മമ്മി ബുക്ക് എടുത്തരാം കേട്ടോ. നല്ല മോനല്ലേ. കണ്ടോ മമ്മി, ഇവൻ എന്റെ യന്ത്ര മെഷീന് കണ്ടോണ്ട് പോവായിരുന്നു. എടാ, നീ വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങിയല്ലേ? ഡാഡി ഇങ്ങ് വരട്ടെ, അടിച്ചെന്റെ തൊടയിൽ തൊലി പൊട്ടിക്കാൻ പറയാം.